നമസ്കാരം. വയനാട്ടിലേക്കൊരു യാത്ര പോവാണ്. അതെ, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തില് പൂപ്പലി കാണാൻ പോവാണ്. നമ്മൾക്കറിയാം, ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങള് പൂപ്പല് കണ്ട് ആസ്വദിച്ച് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങി വരുമ്പോ അതില് ആ സന്തോഷത്തിൽ പങ്കുചേരുകയും അതോടൊപ്പം തന്നെ ഈ പൂപ്പലി ഉണ്ടാക്കിയ ആളെ നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കാതെ ഒരിക്കലും പോരാൻ പറ്റില്ല. ഓരോ സ്ഥാപനത്തിന്റെ മേധാവികൾ എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു തന്നതാണ്. ഇതുപോലെ തരിശാക്കപ്പെട്ട ഒരുപാട് ഭൂമി ഇനിയും യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മുൻ മേധാവി ഡോക്ടർ രാജേന്ദ്ര സാറ് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. മാത്രമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യ ഇന്ന് യൂണിവേഴ്സിറ്റിക്ക് വരുമാനമുണ്ടാക്കുന്ന തരത്തിൽ ഈ ഒരു പൂപ്പലി ആക്കി മാറ്റാൻ സാധിച്ചെങ്കിൽ ഇതുപോലെ ഒരുപാട് നല്ല മേധാവികൾക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാജേന്ദ്ര സാർ. സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പൂപ്പലി കണ്ടു മടങ്ങുന്നവർ ഡോക്ടർ രാജേന്ദ്ര സാറിനെ ഓർക്കണം, ഓർമ്മിക്കണം. എനിക്ക് കാണാൻ സാധിച്ചാൽ പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുമ്പോഴും നമ്മുടെ ആ മെയിൻ എൻട്രൻസിന്റെ അവിടെ തലയുയർത്തി ഒരുപാട് പോലീസ് ഓഫീസേഴ്സിന്റെ നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ഫ്ലെക്സ് കാണാം നമ്മുടെ പ്രിയപ്പെട്ട രാജേന്ദ്ര സാറിന്റെ. എനിക്ക് ഏറ്റവും സന്തോഷകരമായി എന്നെ ആനന്ദിപ്പിച്ചത് ആ ഒരു ഫ്ലെക്സ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യം ഇനിയും ഒരുപാട് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കുക. പൂപ്പലി കാണുക, ആസ്വദിക്കുക. 2026 ജനുവരി 15-ാം തീയതി അവസാനിപ്പിക്കും. ഇനി 2 നാൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും വന്ന് കാണാത്തവർ, കണ്ടവർ വീണ്ടും വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണാത്തവർ എത്രയും പെട്ടെന്ന് വന്ന് കാണുക. 70 രൂപയാണ് ഇതിന്റെ എൻട്രൻസ് ഫീസ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് 35 രൂപയാണ്. ഈ 70 രൂപയോ 35 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും മനോഹരമായി ഒരുപാട് ഏരിയയുള്ള ഈ പൂക്കളും അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാനും ആസ്വദിക്കാനും പറ്റുന്ന ഈ മനോഹരമായ പൂപ്പലി 2014-ലാണ് ഇത് ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാജേന്ദ്ര സാറ് ഇത് ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഊട്ടിയിൽ കാളും കൂടുതൽ ആളുകൾ വന്ന് ആസ്വദിച്ച് പോകുന്ന ഒരു പുഷ്പമേള ആയിരിക്കും, ഒരു ഫ്ലവർ ഷോ ആയിരിക്കും, ഒരു പൂപ്പലി ആയിരിക്കും. ഇത് നമ്മുടെ വയനാടിന്റെ സ്വന്തമാണ്. അതാണ് പൂപ്പലി. അതുകൊണ്ട് തന്നെ കാണാത്തവർ എത്രയും പെട്ടെന്ന് Make some noise!
പിന്നെ പറയും വേണ്ട, 7 മണിയായി കഴിഞ്ഞാൽ ഈ സ്റ്റേജിനകത്ത് എന്തെല്ലാമാണ് കാണുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒത്തിരി ഗാനമേളകൾ, അതുപോലെ തന്നെ സ്റ്റേജ് കോൺഫറൻസുകൾ, ഒത്തിരി പരിപാടികൾ ഈ സ്റ്റേജിനകത്തുണ്ട്. നിങ്ങൾക്ക് ആട്ടാം, പാടാം, അടിച്ചു പൊളിക്കാം, മനോഹരമായ. മാത്രമല്ല നിങ്ങൾക്ക് വിഷമാലോ ഫുട്ബോളുണ്ട്, അതുപോലെ തന്നെ സ്റ്റാളുകളുണ്ട്. എന്ന് വേണ്ട, നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ, നിങ്ങൾക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന മനോഹരമായ സ്ഥലം നിങ്ങൾ അടിച്ചു പൊളിച്ചോളി. ഇനി 2 നാൾ ഇല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി 1 മുതൽ 15 വരെ കാണാം. പൂപ്പിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.